സിനിഫയൽസ്. യാതൊരുവിധ മുൻവിധിയും ഇല്ലാണ്ട് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ സിനിമയുടെ പേരാണ് നാരായണിന്റെ 3 ആൺമക്കൾ. സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ശരൺ വേണുഗോപാലനാണ്. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബോബി ജോർജ് തടത്തിലാണ്. പ്രധാന കഥാപാത്രങ്ങൾ അറിയാലോ, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിർ, ജോജു. അപ്പം ഇവരൊക്കെയാണ്. ഏതായാലും സിനിമയുടെ കഥ പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് IV ശശി, MT വാസുദേവൻ നായരുടെ കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ തനിയെ. ഒരുപാട് സിനിമാ പ്രേമികളൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ്. എക്കാലത്ത് മികച്ചൊരു കുടുംബ സിനിമയാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു വിഷയമില്ലേ, ഒരു അപ്പൻ മരിക്കാൻ കിടക്കുന്നു, ഈ അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മക്കളും മരുമക്കളും ഒക്കെ തറവാട്ടിലേക്ക് വരുന്നു. അച്ഛനിങ്ങനെ മരിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതേ സാധനത്തിന്റെ വേറൊരു രീതിയിലാണ് ഈ ഒരു നമ്മുടെ നാരായണിന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയിലും കഥ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാരായണിയാണ് മരിക്കാൻ കിടക്കുന്നത്. 3 ആൺമക്കളാണ് വീണ്ടും ഒരുമിക്കുന്നത്. മക്കളും മരുമക്കളും പേരമക്കളൊക്കെ ആയിട്ട് കുടുംബത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. നാരായണി മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അതിനിടയിൽ സംഭവിക്കുന്ന മനുഷ്യന്റെ വൈകാരികപരമായിട്ടുള്ള പല ഏറ്റക്കുറച്ചിലുകളും ബന്ധങ്ങളുടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. നാരായണിന്റെ 3 ആൺമക്കളുടെ പേര് നമ്മൾ ക്രമത്തിൽ പറയുകയാണെങ്കിൽ വിശ്വൻ, സേതു, ഭാസ്കരൻ. ഇതാണ്. അതിൽ വിശ്വനായിട്ട് വരുന്നത് അലൻസിർ ആണ്. കുറച്ച് കർക്കശക്കാരനായിട്ടുള്ള സ്വഭാവമാണ്. എന്നാൽ അത്ര ഭയങ്കര കർക്കശക്കാരനൊന്നല്ല, സോഫ്റ്റ് ആണ്. എല്ലാ മനുഷ്യരെയും പോലെ തന്നെ സ്വഭാവങ്ങളിൽ ആ ഒരു ഏറ്റക്കുറച്ചിൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഇയാളുടെ സ്വഭാവങ്ങൾ മാറുന്നുണ്ട്, ഇടയ്ക്ക് പാവമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും. ആരും ദുഷ്ടനെന്നോ അല്ലെങ്കിൽ വളരെ പാവം എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെയൊക്കെ പോലെ തന്നെ പല സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. വിഷന്റെ മകളായിട്ടുള്ള ആതിര എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ ഭാസ്കരന്റെ മകനായിട്ടുള്ള നിഖിൽ എന്ന് പറയുന്ന കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ള തോമസ് മാത്യു, അതുപോലെ തന്നെ ഗാർഗി അനന്തൻ, ഇവർ രണ്ടുപേരുമാണ് ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. നമുക്കത് ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട് രണ്ടുപേരുടെയും പെർഫോമൻസ്. അതുപോലെ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് ഈ ഗാർഗി അനന്തൻ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന നമ്മുടെ നിഖിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യനാണെങ്കിലും ഇതേ അവസ്ഥയാണ്. പിന്നെ എനിക്ക് ഇതിൽ പ്രധാനമായിട്ടും ജോജുവിന്റെ കഥാപാത്രത്തെയാണ് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൾക്കൂട്ടത്തിൽ തനി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സീമ ചെയ്യുന്ന ക്യാരക്ടറാണ് ഭയങ്കര നിസ്വാർത്ഥമായിട്ട് എല്ലാത്തിൻ്റെയും കൂടെ നിന്നിട്ടുള്ളത്. അതുപോലൊരു ക്യാരക്ടറാണ് ജോജു ചെയ്യുന്ന ക്യാരക്ടർ. അയാൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അയാളുടെ ഒരു ക്യാരക്ടർ സീമയുടെ ക്യാരക്ടറുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോജു ഇതിനകത്ത് പറയുന്ന ഒരു തിയറി ഉണ്ട്, ബന്ധങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞാണ് കിടക്കുന്നതെന്ന്. ആ തിയറിയെ ശരിവെക്കുന്ന രീതിയിലാണ് ഇതിൽ നിഖിലിന്റെ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ആതിര എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒക്കെ പല സിറ്റുവേഷൻസിൽ അവർ കൈകാര്യം ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ഈ സിനിമ ഒരുപാട് പുതുമയുള്ള കാര്യങ്ങളൊന്നും തരുന്നില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തരുന്നത്. പക്ഷെ ആ തരുന്ന കാര്യങ്ങളിൽ നമുക്കൊരു പുതുമ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പു പ്രഭാകറാണ് DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ മൂഡാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡയറക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ അപ്പു പ്രഭാകർ ചെയ്തിട്ടുണ്ട്. രാഹുൽ രാജ് ആണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലൗഡ് ആയിട്ടുള്ള ഒരു വർക്കൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. വളരെ മിനിമലായിട്ട് വളരെ ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ കഥയുടെ മൂഡിനനുസരിച്ച് പോകുന്ന രീതിയിലുള്ള സംഗീതമാണ് ചെയ്തിട്ടുള്ളത്. ഈ വൈകാരികതകളുടെ ഒരു ഏറ്റക്കുറച്ചിലിനനുസരിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു വർക്കാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഫാമിലി ഡ്രാമ മൂവികളൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെ കൊള്ളാവുന്ന ഒരു സിനിമയായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ പറ്റും. മുൻവിധികൾ ഇല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മൂവി തന്നെയാണ്.